ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം അയലക്കറി. അയലമീൻ ഇഷ്ടമില്ലാത്ത കേരളീയരാരും കാണില്ലല്ലോ. അപ്പോൾ ഇന്നതിവിടെ നമുക്ക് ഒരു മീൻ വിൽക്കുന്ന ആൾ കൊണ്ടുവന്ന് വീട്ടിൽ തന്നതാണ്. സാധാരണ നമ്മൾ ചന്തയിൽ പോയാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇക്കയ്ക്ക് പോകാനും കൂടെ ഉള്ളതുകൊണ്ട് കിട്ടിയ മീനെ പെട്ടെന്ന് വെക്കാമെന്ന് കരുതി അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അയല മീനായിരുന്നു. അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഈ അയല മീനിൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. അതിൽ പെട്ടെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കേസുകളൊന്നുമില്ല. അതിൻ്റെ രണ്ട് സൈഡിലുള്ള ചിറകുകളൊക്കെ അരിഞ്ഞ് കളഞ്ഞ് അതിനകത്ത് നിന്ന് കുടലും മറ്റ് വേസ്റ്റുകളൊക്കെ എടുക്കുക. അപ്പോൾ ഒരു കറുത്ത ഒരു ആവരണം പോലെ ഒരു സാധനം ഉണ്ടാകും. അപ്പോൾ അതും കൂടെ എടുത്ത് കളയണം. അതാണ് അയലയിൽ ഏറ്റവും ഒരു ഇതായിട്ടുള്ളത്. അപ്പോൾ അതിനെടുത്ത് മാറ്റണം. അത് കഴിഞ്ഞ് വാലും വെട്ടി അതിൻ്റെ ചിറകിൻ്റെ ആ കുടലൊക്കെ ഇരുന്നിടത്ത് കുറച്ച് തൊലി ഒന്ന് വെട്ടിക്കളഞ്ഞ് അകം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വൃത്തിയാക്കൽ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അയല മീൻ. കൊഴിയാളയൊക്കെ ആകുമ്പോൾ നമുക്ക് തൊലിയും കൂടെ ഉരിച്ചെടുക്കേണ്ടി വരും. ഇതിൽ അങ്ങനെ തൊലി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞ അതിൻ്റെ വേസ്റ്റാണ്. ഈ വേസ്റ്റൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരാൾ വരാറുണ്ട്. ഞങ്ങളുടെ പൂച്ചക്കുട്ടിയാണ് ടിൻറ്റു മോള്. അപ്പോൾ ഇപ്പോൾ ആളില്ല, പുറത്തോട്ട് എവിടെയൊക്കെ പോയിക്കാണ്. അപ്പോൾ വന്നിട്ട് ഇവിടെ കിടന്ന് വിളിക്കും. അപ്പോൾ അതിനടുത്ത് മാറ്റി വെച്ചിരുന്നിട്ട് കുറച്ചായിട്ട് കൊടുക്കും. അപ്പോൾ ഇനി അടുത്തത് മീൻ ഉപ്പിട്ട് കഴുകുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് അതിൽ മീൻ നന്നായിട്ടിട്ട് നല്ല ഉരച്ച് കഴുകി വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ ഞാനിത് പണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ആക്കി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാമി ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മീൻ ഇങ്ങനെ ഉരച്ച് കഴുകുന്ന ആ ഒരു സമ്പ്രദായം ഞാൻ കണ്ടുപഠിച്ചത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉരയ്ക്കുന്നത്. മാമി അങ്ങനെയല്ല. മാമി നല്ല വട്ടത്തിലും നീളത്തിലും ഒക്കെ ഇട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കാറുണ്ട്. എനിക്കത് മീൻ പൊടിഞ്ഞു പോകുന്ന ഒരു പേടി കാരണം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ്. ഇനി നമുക്കതിന് വേണ്ട അരപ്പ് അരച്ചെടുക്കാനായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ എടുത്തു, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഞാൻ മല്ലിയും മുളകും മഞ്ഞൾപ്പൊടി ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് മീൻ കഴുകി വൃത്തിയാക്കാനായിട്ടൊക്കെ പോയത്. അപ്പോൾ അതും എടുത്തു. അപ്പോൾ ഞാനിവിടെ പുളി വെച്ചിട്ടില്ല, ഞാൻ കുടംപുളിയാണ് ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സവാളയും കൂടെ ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അടുത്ത് നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് ബാക്കി ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതെല്ലാം പൊട്ടി വന്ന് നമുക്കടുത്ത് തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കടുക് വറുക്കുമ്പോൾ അതിലൊന്ന് കടുക് താളിച്ചതിൻ്റെ പുറത്തെ ആ എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് കുറച്ചും കൊണ്ട് നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം ആയി. നമുക്കപ്പോൾ ഇനി അടുത്ത് അരപ്പ് കലക്കി എല്ലാം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം എങ്ങനെയാണോ അത് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആ ജാറ് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അയല മീൻ ഇടുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിലേ ഇട്ട് കൊടുക്കണം, കാരണം അത് വെന്ത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഉലുവാപ്പൊടിയും മുരിങ്ങയ്ക്കായും ഒക്കെ അരിഞ്ഞിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ആദ്യം നമുക്ക് കുടംപുളി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങൾ അതുപോലെ ഇട്ട് ആ പുളി ഇട്ട് വെച്ച വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. മിക്കവാറും ഞാൻ ഒഴിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ വെള്ളം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിന് അതേ ഇട്ടുള്ളൂ. മുരിങ്ങയ്ക്കായും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ഇടാം. അപ്പോൾ ഇവിടെ കറിയൊക്കെ തിളച്ച് വന്നു. ഞാൻ കറിവേപ്പിലയും കൂടെ ഇടാം. ഈ തിളച്ച് വരുന്ന സമയത്ത് കറിവേപ്പില ഇടുന്നത് എന്തിനാണ്, ഞാൻ എല്ലാ മീനിലും അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ മണവും സത്തും എല്ലാം അരപ്പിൽ പിടിച്ച് വരും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചു. ഇക്കായ്ക്ക് ഒരു കഷ്ണം വറുത്തത് നിർബന്ധമില്ല, എങ്കിലും ഞാനത് എപ്പോഴും ഒരു കഷ്ണം മാറ്റി വെച്ച് കൊടുക്കുന്നത് എൻ്റെ ഒരു നിർബന്ധമാണ്.
അപ്പോൾ അങ്ങനെ മീനെല്ലാം തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിനെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കറിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.